പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശാലേറ്റവും സ്നേഹമുള്ളവരെ, ഈ രണ്ട് തിരുനാളുകളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ നിത്യമായ സ്നേഹമാണ്. ഈശോ പറഞ്ഞു, സ്വന്തം സഹോദരന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല എന്ന്. നമുക്ക് വേണ്ടി കാൽവരിയിൽ തൻ്റെ അവസാന തുള്ളി രക്തവും നൽകി ഈശോ നമ്മെ സ്നേഹിച്ചു. ഈശോ നമുക്കിന്നൊരു കൽപ്പന തരികയാണ്. നമുക്കറിയാം, മോണ്ടി തേഴ്സ്ഡേ എന്നാണ് പറയുന്നത്. മോണ്ടി എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം കമാൻഡ്മെൻറ്റ്, കൽപ്പന എന്നാണ്. ഈശോ നൽകിയ ഏറ്റവും പരമോന്നതമായ കൽപ്പന എന്ന് പറയുന്നത് സ്നേഹിക്കുക എന്നുള്ളതാണ്. ആ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് കാൽകഴുകൽ ശുശ്രൂഷകളിലൂടെ ഇന്നേ ദിവസം നമ്മൾ ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പാപം എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹിക്കാതിരിക്കുന്നതാണ്. സ്നേഹമാണ് ഏറ്റവും പരമോന്നതമായ കൽപ്പനയെങ്കിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും പരമോന്നതമായ കൽപ്പനകൾ ദൈവത്തെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക എന്നതാണെങ്കിൽ ഏറ്റവും വലിയ പാപം സ്നേഹിക്കാതിരിക്കുന്നതാണ്. ഈ വിശുദ്ധ കുർബാനയുടെ ആദ്യ നിമിഷങ്ങളിൽ വചനത്തിലൂടെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ബലിയർപ്പിക്കാൻ വരുമ്പോൾ ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ ബലിവസ്തു വയ്ക്കുക, രമ്യതപ്പെടുക, പിന്നെ വന്ന് ബലിയർപ്പിക്കുക. എവിടെയെങ്കിലും സ്നേഹബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ദൈവസ്നേഹത്തോടും സഹോദര സ്നേഹത്തോടുള്ള നമ്മുടെ ഏതെങ്കിലും ബന്ധങ്ങളിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ മുറിവുകൾ ഏറ്റിട്ടുണ്ട് എങ്കിൽ ആരോടെങ്കിലൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ക്ഷമിക്കാനോ ഏതെങ്കിലുമൊക്കെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ മനോഭാവങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കർത്താവിൻ്റെ ബലിയിൽ ചേർത്ത് വെച്ച് യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ കഴുകപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പത്രോസ് പറഞ്ഞില്ലേ, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുകയോ? ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ഇത് കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്താൽ, അവൻ്റെ സ്നേഹത്താൽ നാം കഴുകപ്പെടുമ്പോഴാണ് യേശുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ പങ്കുകാരാകുക. ഈ സ്നേഹത്തിലേക്ക് നമ്മളെ സമർപ്പിക്കുമ്പോൾ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് ചോദിക്കാം. ദൈവസ്നേഹത്തിന് എതിരായി വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, നമ്മുടെ മനസ്സിലും ചിന്തകളിലൊക്കെ നമ്മൾ ജീവിതത്തിൽ സ്വീകരിച്ച നിരാശകൾ, ആകുലതകൾ, വിശ്വാസത്തിനെതിരായ ചിന്തകൾ, ഇതിനെല്ലാം ഓർത്ത് മാപ്പ് ചോദിക്കുമ്പോൾ എല്ലാ സഹോദര സ്നേഹത്തിനെതിരായി വന്ന് തെറ്റുകൾക്കും വീഴ്ചകൾക്കും മാപ്പ് യാചിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ നമ്മെ കഴുകി വിശുദ്ധീകരിച്ച് നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക്
വാഴ്ത്തുന്നു സ്വർലോകരാജനെ. സർവേകശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദൈവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ, ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനികന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനികന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തേരും നേടും ഞങ്ങൾ തന്നെ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു മാത്രം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് ഏകപുത്രൻ തന്നെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനിരിക്കെ പരമപരിശുദ്ധ അത്താഴത്തെ നവീനവും സനാതനവുമായ ബലിയും അവിടുത്തെ സ്നേഹവിരുന്നുമായി സഭയെ ഭരമേൽപ്പിച്ചുവല്ലോ. ഇത്ര മഹത്തായ ഈ രഹസ്യത്തിൽ പങ്കുകൊള്ളാൻ ഞങ്ങൾ സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും പൂർണ്ണത പ്രാപിക്കുന്നതിന് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പ്രിയപുത്രനുമായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുള്ളണമേ. ആമേൻ. സഹോദരന്മാരെ, ദൈവവചന പ്രഘോഷണ കർമ്മം ആരംഭിക്കുകയാണ്. സ്ത്രീകളുടെ ഭാഗത്ത് ഇവിടെ ഏതാനും കസേരകൾ ബാക്കി കിടപ്പുണ്ട്. അവിടെ പുറത്ത് നിൽക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ സ്ത്രീകളുടെ ഭാഗത്തായിട്ട് ഏതാനും കസേരകൾ ഇവിടെ ഉണ്ട് വരികയും പുരുഷന്മാർക്ക് ഈ സൈഡിൽ ഇവിടെ റെഫക്ടറിയിൽ നിന്നും കസേരകൾ എടുത്ത് പുറത്തേക്കിട്ട് ഈ സൈഡിൽ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ദൈവവചന പ്രഘോഷണ കർമ്മം ആരംഭിക്കുകയാണ്. ബൈബിളിൽ നിന്നുള്ള 4 ഭാഗങ്ങളാൽ ഈ പെസഹാ ദിനത്തിൽ സഭാമാതാവ് നമ്മെ സമ്പുഷ്ടരാക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ആദ്യ പാഠകവും പ്രതിവചനമായ സങ്കീർത്തനവും, വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊരിന്ത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള 2-ാം പാഠകവും, തുടർന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷവും നമുക്ക് ശ്രവിക്കാം. ശ്രദ്ധയോടെ ദൈവവചന പ്രഘോഷണ കർമ്മത്തിൽ നമുക്ക് പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹറോനോടും അരുളിച്ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിൻ്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം. ഒരു വീടിന് ഒരാട്ടിൻകുട്ടി വീതം. ഏതെങ്കിലും കുടുംബം
ഒരാട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം വലുതല്ലെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയൽ കുടുംബത്തെയും പങ്കുചേർക്കട്ടെ. ഭക്ഷിക്കാനുള്ള കഴിവ് പരിഗണിച്ചു വേണം ഒരാടിനു വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കാൻ. കോലാടുകളിൽ നിന്നോ ചെമ്മരി ആടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തുകൊള്ളുക. എന്നാൽ അതൊരു വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാടായിരിക്കണം. ഈ മാസം 14-ാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്നു സന്ധ്യയ്ക്ക് കൊല്ലണം. അതിൻ്റെ രക്തത്തിൽ നിന്നും കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ 2 കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. അവർ അതിൻ്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലകളും കൂട്ടി അന്നു രാത്രി ഭക്ഷിക്കണം. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടി കയ്യിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. കാരണം അത് കർത്താവിൻ്റെ പെസഹായാണ്. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നുപോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദിജാതരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടിളയിലുള്ള രക്തം നിങ്ങളാ വീട്ടിൽ താമസിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണാദിനമായിരിക്കട്ടെ. ഇത് തലമുറ തോറും കർത്താവിൻ്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം. ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അനുഗ്രഹത്തിൻ്റെ പാനപാത്രത്തിൽ പങ്കുചേരുക. അനുഗ്രഹത്തിന്റെ പാനപാത്രത്തിൽ പങ്കുചേരുക. ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമത്രേ. ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമത്രേ. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അനുഗ്രഹത്തിൻ്റെ പാനപാത്രത്തിൽ പങ്കുചേരുക. അനുഗ്രഹത്തിന്റെ പാനപാത്രത്തിൽ പങ്കുചേരുക. ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമത്രേ. ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമത്രേ. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. കർത്താവെ, ഞാൻ അവിടുത്തെ ദാസനാണ്. അവിടുന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു. അനുഗ്രഹത്തിൻ്റെ പാനപാത്രത്തിൽ പങ്കുചേരുക. അനുഗ്രഹത്തിന്റെ പാനപാത്രത്തിൽ പങ്കുചേരുക. ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമത്രേ. ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമത്രേ. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. അനുഗ്രഹത്തിൻ്റെ പാനപാത്രത്തിൽ പങ്കുചേരുക. അനുഗ്രഹത്തിന്റെ പാനപാത്രത്തിൽ പങ്കുചേരുക. ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമത്രേ. ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമത്രേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നുള്ള വായന. സഹോദരരെ, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുൾ ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം, അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സുവിശേഷ പ്രഘോഷണത്തിനായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങയ്ക്ക് സ്തുതിയും പുകഴ്ചയും. കർത്താവ് അരുൾ ചെയ്യുന്നു,
ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 13, 1 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാച് ശിമയോന്റെ പുത്രനായ യൂദാസ് കറിയോത്തയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു. പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അവൻ ശിമയോൻ പത്രോസിൻ്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എൻ്റെ കാല് കഴുകുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നതെന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ. യേശു പ്രതിവചിച്ചു, കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുചിയായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. തന്നെ ഒറ്റുകൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത്. അവരുടെ പാദങ്ങൾ കഴുകിയതിന് ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ. ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഇന്നത്തെ ആരാധനാക്രമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പാദക്ഷാളന കർമ്മമാണ്. സുവിശേഷത്തിൽ നാം ശ്രവിച്ച സംഭവം ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നു. കാർമ്മികൻ ഓരോരുത്തരുടെയും പാദം കഴുകുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ പാദം കഴുകുന്നു എന്ന ഭാവനയിൽ ദർശിച്ച് യേശുവിനാൽ പൂർണ്ണമായി കഴുകി ശുദ്ധീകരിക്കപ്പെട്ട് അവിടുന്നുമായി പങ്കാളിത്തമുള്ളവരായി മാറുന്ന അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഭക്തിയോടെ ശാന്തമായിരുന്നു കൊണ്ട് ഈ തിരുക്കർമ്മങ്ങളിൽ നമുക്ക് പങ്കെടുക്കാം.
ഏകാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി. സ്തോത്ര കാഴ്ചയെടുക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവർ എല്ലാ സെക്ടറുകളിലൂടെയും പോവുക. എല്ലാവരിൽ നിന്നും സ്വീകരിച്ച് അത് ദൈവത്തിന് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. പിതാവേ, തിരുസഭയെ ഈ ദിവസം ഞങ്ങൾ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുവാൻ അങ്ങ് സഭയിൽ നിയോഗിച്ചിരിക്കുന്ന സഭയുടെ മേലധികാരികളെയും സഭയിലെ എല്ലാ അംഗങ്ങളെയും പ്രത്യേകിച്ച് എല്ലാ പുരോഹിതരെയും സമർപ്പിതരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകം മുഴുവനെയും നമുക്ക് മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പെസഹ തിരുനാളിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ലോകം മുഴുവനും ലഭിക്കുവാൻ അങ്ങ് എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകമായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ ദൈവം ഏറ്റെടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഒരുപാട് വേദനയിലും പ്രയാസത്തിലും കഴിയുന്ന എല്ലാ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും അവരുടെ എല്ലാ അവസ്ഥകളെയും ആവശ്യങ്ങളെയും അവിടുന്ന് പരിഗണിച്ച് അവർക്ക് വേണ്ടത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എഴുന്നേറ്റ് നിന്ന് സമാപന പ്രാർത്ഥന സ്വീകരിക്കാം. കർത്താവെ, ഞങ്ങൾ സമർപ്പിച്ചെല്ലാ നിയോഗങ്ങളോടൊപ്പം ഞങ്ങളോട് പ്രാർത്ഥന യാചിച്ചിട്ടുള്ള ഈ നിമിഷം ലോകമെമ്പാടും ഇരുന്ന് ഈ ശുശ്രൂഷകളിൽ ഓൺലൈനിലൂടെ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദേവാലയങ്ങളിൽ പോയി ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റാതെ ഭവനങ്ങളിലായിരിക്കുന്നവർ, കിടപ്പ് രോഗികളായി തീർന്നിരിക്കുന്നവർ, മറ്റു പല വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവർ, അവരെല്ലാവരെയും ഈ നിമിഷം ഓർക്കുന്നു. പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ അങ്ങ് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ഈ മക്കളെയും ഇവർ ദിവസത്തിലേക്ക് ഉയർത്തി എല്ലാ നിയോഗങ്ങളെയും നീ കരുണയോടെ കടാക്ഷിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുള്ളണമേ. ആമേൻ. സ്വസ്ഥാനങ്ങളിലിരിക്കാം. മെൽക്കീസെദെക്കിന്റെ ബലിപോ നാഥായിയപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. മെൽക്കീസെദെക്കിന്റെ ബലിപോ നാഥായിയപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. തിരുമുൻപിൽ കാഴ്ചയാ കാണിക്കയാ എന്നെ മുഴുവനും സമർപ്പിച്ചിടുന്നു. മെൽക്കീസെദെക്കിന്റെ ബലിപോ നാഥായിയപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. ഉറ്റവരെയും ഉടയവരെയും ഈ കാഴ്ച വസ്തുവായി സ്വീകരിക്കൂ. ഉറ്റവരെയും
സ്വീകരിക്കൂ. മണ്ണും വിളവും ജീവമാർഗങ്ങളും, മണ്ണും വിളവും ജീവമാർഗങ്ങളും സ്വീകരിച്ചനുഗ്രഹിക്കൂ. നാഥ സ്വീകരിച്ചനുഗ്രഹിക്കൂ. മെൽക്കീസേദെക്കിന്റെ ബലി പോൽ നാഥായി അപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. തിരുമുൻപിൽ കാഴ്ചയാ കാണിക്കയാ എന്നെ മുഴുവനും സമർപ്പിച്ചിടുന്നു. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഈ ബലിയുടെ ഓർമ്മ ആഘോഷിക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ പരിത്രാണ കർമ്മമാണല്ലോ നിവർത്തിക്കപ്പെടുന്നത്. അതിനാൽ ഈ ദിവ്യരഹസ്യങ്ങളിൽ യഥായോഗ്യം പങ്കെടുക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യസത്യപുരോഹിതനായ അവിടുന്ന് സനാതന ബലിയുടെ മാതൃക സ്ഥാപിച്ചുകൊണ്ട് ആദ്യമായി തന്നെ അങ്ങേക്ക് രക്ഷാകര ബലിയായി അർപ്പിക്കുകയും അവിടുത്തെ ഓർമ്മയ്ക്കായി അർപ്പിക്കാൻ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾക്കായി അർപ്പിക്കപ്പെട്ട അവിടുത്തെ ശരീരം ഭക്ഷിക്കുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കുകയും ഞങ്ങൾക്കായി ചിന്തപ്പെട്ട രക്തം പാനം ചെയ്യുമ്പോൾ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. അതിനാൽ കാരുണ്യവാരിതനായ പിതാവേ, അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ വിനയപൂർവ്വം
അങ്ങയോട് യാചിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ കാണിക്കകൾ, ഈ തിരുമുൾ കാഴ്ചകൾ വിശുദ്ധവും നിർമ്മലവുമായ ഈ ബലിവസ്തുക്കൾ സ്വീകരിച്ച് ആശീർവദിക്കണമേ. പ്രഥമമായി അങ്ങേ വിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഇവ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷന്മാരായ സെബാസ്റ്റ്യൻ മെത്രാനോടും ജസ്റ്റിൻ മെത്രാനോടും അപ്പസ്തോലികവും കത്തോലിക്കവുമായ സത്യവിശ്വാസം പഠിപ്പിക്കുന്ന എല്ലാവരോടുമൊപ്പം ലോകമെങ്ങുമുള്ള തിരുസഭയെ സമാധാനം നൽകി സംരക്ഷിക്കുവാനും ഒന്നിപ്പിക്കുവാനും നയിക്കുവാനും കനിയണമേ. കർത്താവേ, ദാസന്മാരും ദാസിമാരുമായ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും അങ്ങ് ഓർക്കണമേ. ഇവർക്ക് വേണ്ടി ഈ ബലി ഞങ്ങൾ അർപ്പിക്കുന്നു. ഇവരുടെ വിശ്വാസവും പ്രകടമായ ഭക്തിയും അങ്ങ് അറിയുന്നുവല്ലോ. ഇവർ തങ്ങൾക്ക് വേണ്ടിയും തങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഈ സ്തോത്രബലി അങ്ങേക്ക് അർപ്പിക്കുന്നു. ഇവിടെ ആത്മാവിൻ്റെ പരിത്രാണത്തിനും പ്രത്യാശയ്ക്കൊത്ത ക്ഷേമത്തിനും ഭദ്രതയ്ക്കുമായി ജീവനും സത്യവും നിത്യതയുമായ അങ്ങേക്ക് ഈ കാണിക്കകൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട പരിശുദ്ധ ദിനം കൊണ്ടാടുന്ന ഈ വേളയിൽ സമസ്ത സഭയോടും എല്ലാ വിശുദ്ധരോടും ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ മാതാവും മഹത്വപൂർണ്ണയും നിത്യകന്യകയുമായ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരും അങ്ങേ രക്തസാക്ഷികളായ പത്രോസ്, പൗലോസ്, അന്ത്രയോസ്, മറ്റെല്ലാ രക്തസാക്ഷികളോടും അപ്പസ്തോലന്മാരോടും ഒന്നു ചേർന്നുകൊണ്ടും അവരുടെ ഓർമ്മയാചരിച്ചുകൊണ്ടും അവരുടെ പുണ്യഫലങ്ങളും പ്രാർത്ഥനകളും വഴി എല്ലാ കാര്യങ്ങളിലും അങ്ങേ സംരക്ഷണത്തിൻ്റെ സഹായം നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ അങ്ങ് കനിയണമേ. അതിനാൽ കർത്താവേ, ഞങ്ങളുടെ സേവനത്തിൻ്റെയും അങ്ങേ കുടുംബം മുഴുവൻ്റെയും ഈ കാഴ്ചദ്രവ്യം സംപ്രീതിയോടെ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങേ സമാധാനത്തിൽ നയിക്കുകയും ഞങ്ങൾ നിത്യശിക്ഷയിൽ നിന്ന് മോചിതരായി അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ട അജഗണത്തിൽ എണ്ണപ്പെടാൻ കനിയുകയും ചെയ്യണമേ. ദൈവമേ, അങ്ങ് ഈ ബലിവസ്തു എല്ലാവിധത്തിലും ആശീർവദിച്ച് അംഗീകരിച്ച് സാധൂകരിച്ച് യുക്തവും സ്വീകാര്യമാക്കി തീർക്കുവാൻ കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇവ ഞങ്ങൾക്ക് അങ്ങേ ഏറ്റവും പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. എല്ലാവരുടെയും രക്ഷയ്ക്കായി പീഡകൾ സഹിച്ചതിൻ്റെ തലേന്നാൾ കണ്ണുകൾ ഉയർത്തി അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ചു മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് അവിടുന്ന് വിശിഷ്ടമായ ഈ പാനപാത്രം പരിശുദ്ധവും ധന്യവുമായ തൻ്റെ കരങ്ങളിലെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ.
എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതിനാൽ കർത്താവെ, അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ അതേ ക്രിസ്തുവിൻ്റെ ധന്യമായ പീഡാസഹനവും മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പും മഹനീയമായ സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അങ്ങേ ദാസരായ ഞങ്ങളും അങ്ങേ വിശുദ്ധ ജനവും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനദ്രവ്യങ്ങളിൽ നിന്ന് ഈ പവിത്ര ബലി, ഈ വിശുദ്ധ ബലി, ഈ നിർമ്മല ബലി, നിത്യജീവന്റെ വിശുദ്ധമായ അപ്പവും നിത്യരക്ഷയുടെ പാനപാത്രവും അങ്ങേ മഹിത വൈഭവത്തിനു മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേ ദാസൻ നീതിമാനായ ആബേലിന്റെ കാണിക്കകളും ഞങ്ങളുടെ പൂർവ്വപിതാവായ അബ്രാഹത്തിന്റെ ബലിയും അങ്ങേ മഹാപുരോഹിതനായ മൽക്കീസദക്ക് അങ്ങേക്കർപ്പിച്ച കാഴ്ചകളും അങ്ങ് സ്വീകരിച്ചതുപോലെ ഈ കാണിക്കകളും പ്രീതികരവും പ്രസന്നവുമായ മുഖത്തോടെ കടാക്ഷിക്കുവാനും വിശുദ്ധ ബലിയായും നിർമ്മലയാഗമായും സ്വീകരിക്കുവാനും കനിയണമേ. സർവശക്തനായ ദൈവമേ, ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഈ ദിവ്യബലി അങ്ങേ വിശുദ്ധ ദൂതന്റെ കരങ്ങളിൽ വഴി സംഭവിച്ച് അങ്ങേ മഹനീയ അൽത്താരയിലേക്ക്, അങ്ങേ മഹത്വമേറിയ തിരുമുമ്പിലേക്ക് സംഭവിക്കുവാൻ കൽപ്പിച്ചരുളിയാലും ഈ ബലിപീഠത്തിൽ അർപ്പിച്ച ബലിയിൽ പങ്കുചേർന്ന് അങ്ങേ പുത്രന്റെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോഴെല്ലാം എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും പ്രസാദവരങ്ങളാലും ഞങ്ങൾ നിറയുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവെ, വിശ്വാസത്തിൻ്റെ മുദ്രയോടെ ഞങ്ങൾക്ക് മുമ്പ് കടന്നു പോവുകയും സമാധാനത്തിൻ്റെ നിദ്രയിൽ വിശ്രമിക്കുകയും ചെയ്യുന്നവരായ അങ്ങേ ദാസന്മാരെയും ദാസികളെയും ഓർക്കണമേ. ഇവർക്കും ക്രിസ്തുവിൽ നിദ്ര കൊള്ളുന്ന എല്ലാവർക്കും വിശ്രാന്തിയുടെയും പ്രകാശത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഇടം കനിഞ്ഞ് അരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപികളെങ്കിലും അങ്ങേ ദാസരും അങ്ങേ അളവറ്റ കാരുണ്യം ശരണം പ്രാപിക്കുന്നവരുമായ ഞങ്ങൾക്ക് അങ്ങേ വിശുദ്ധ അപ്പോസ്തലന്മാരുടെയും രക്തസാക്ഷികളുടെയും വിശുദ്ധരായ യോഹന്നാൻ, സ്റ്റീഫൻ, മത്തിയാസ്, ബർന്നബാസ് എന്നിവരുടെയും അങ്ങേ എല്ലാ വിശുദ്ധരുടെയും ഒരു പങ്കാളിത്തവും സഹവാസവും കൽപ്പിച്ചറിയണമെന്നും അവരുടെ സമൂഹത്തിൽ യോഗ്യതകൾ പരിഗണിക്കുന്നവനായല്ല കാരുണ്യം വർഷിക്കുന്നവനായി ഞങ്ങളെയും ചേർത്തരുളണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് വഴി അങ്ങെല്ലാ നന്മകളും നിരന്തരം സൃഷ്ടിക്കുകയും പൗത്രീകരിക്കുകയും ജീവശക്തി കൊണ്ട് നിറയ്ക്കുകയും ആശീർവദിക്കുകയും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നുവല്ലോ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം.
എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തോലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. പരസ്പരം സന്തോഷത്തോടെ ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപഭാരം മുഴുവൻ ഏറ്റെടുത്ത ഈശോ. നമുക്ക് വേണ്ടി കാൽവരിയിൽ അവസാനത്തുള്ളി രക്തവും ചിന്തി നമ്മെ സ്നേഹിച്ചവൻ. ഈ ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കു ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കുമാറാകട്ടെ. ആമേൻ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തോടെ ദിവ്യകാരുണ്യ ആരാധന സമാരംഭിക്കുകയാണ്. ഈജിപ്തിലെ അടിമത്ത ഭൂമിയിൽ നിന്നും മോശയുടെ നേതൃത്വത്തിൽ ദൈവമക്കൾ ഒരു പ്രദക്ഷിണം സമാരംഭിച്ചു. സ്വാതന്ത്ര്യത്തിൽ ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ ഒരു പ്രദക്ഷിണത്തിൻ്റെ അവസാനം അടിമത്തിൽ നിന്നുള്ള നിത്യമായ മോചനമായിരുന്നു. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തെ അവകാശമാക്കിയുള്ള താമസമായിരുന്നു. പുതിയ നിയമത്തിൻ്റെ ഈ പുത്തൻ പെസഹ പ്രദക്ഷിണത്തിൽ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന്, സകല തിന്മകളുടെയും ബന്ധനങ്ങളിൽ നിന്ന് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് ഈശോനാഥൻ നമ്മളെ നയിക്കുന്നു. പെസഹ വ്യാഴാഴ്ചയുടെ ഏറ്റവും വലിയ പ്രാധാന്യം ദിവ്യകാരുണ്യ രഹസ്യത്തിനുള്ള ഒന്നുചേരലാണ്. ഇപ്പോൾ മുതൽ രാത്രിയുടെ പല യാമങ്ങളിലായി ഈശോനാഥനോട് ആരാധനയിൽ നാം ഒന്നുചേരുകയാണ്. ആദ്യത്തെ ദിവ്യകാരുണ്യ അനുഭവത്തിന് ശേഷം ഗെത്സമേൻ തോട്ടത്തിലേക്ക് പോയ ഈശോനാഥൻ 1 മണിക്കൂറെങ്കിലും തന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനാണ് ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ആരംഭിക്കുമ്പോൾ നമ്മുടെ മധ്യത്തിലൂടെ പുതുതായി തയ്യാറാക്കിയിരിക്കുന്ന ആരാധന വേദിയിലേക്ക് ദിവ്യകാരുണ്യം സമൂഹിക്കപ്പെടുന്നു. മുട്ടുകുത്തി
ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടും ഗാനാലാപനത്തിൽ പങ്കുചേർന്നുകൊണ്ടും ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ നമുക്ക് പങ്കെടുക്കാം. നമുക്കെല്ലാവർക്കും മുട്ടുമേലായിരിക്കാം. സർവശക്തനായ ദൈവമേ, ഇഹത്തിൽ അങ്ങേ പുത്രൻ്റെ അത്താഴത്തിൽ പരിപോഷിതരായതുപോലെ പരത്തിലും സംതൃപ്തിയടയാൻ ഞങ്ങളെ അർഹരാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. ആമേൻ.